ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ അധികം പറയാതെ ഇടാം. ഈ വണ്ടി ആയാലും എൻ്റെ ഫ്രണ്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ വണ്ടി എൻ്റെ കയ്യിൽ ഇടയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ചെക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ വന്നതും, അതായത് ഓൾറെഡി ഇപ്പോൾ കുറേ പേര് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. നമുക്കപ്പോൾ കൂട്ടുകാരനെ അതിൽ എടുക്കണമെന്നുള്ളതുകൊണ്ട് ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നു ഇത്രയും ബൈക്കാനുള്ള കാരണം. അപ്പോൾ അധികം വെച്ച് താമസിക്കുന്നില്ല, നേരെ ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് വീഡിയോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹണ്ടർ 350 അതാണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ്. അപ്പോൾ ഈ വണ്ടി ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു. അപ്പോൾ ആ ഓടിച്ച ഒരു ഐഡിയ വെച്ചാണ് ഇത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അധികം പറയാതെ തന്നെ ചെയ്യാം. അപ്പോൾ എന്താണ് ഇനീഷ്യലി എനിക്ക് ഈ വണ്ടിയെ പറ്റി തോന്നിയെന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഇതൊരു അടിപൊളി നമ്മുടെ സിറ്റി റൈഡിനും അത്യാവശ്യം ടൂറിങ്ങിനെ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബൈക്കാണിത്. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ ഇത്രയും CC റേഞ്ചിലുള്ള കാറ്റഗറിയിലുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും അല്ലെങ്കിൽ ഷുവറായിട്ടും ഒരു 2-2.5 ലക്ഷം രൂപയുടെ അടുത്ത് എങ്ങനെ വരും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരും. പക്ഷേ ഈ മുതൽ അവർ ഇറക്കിയതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രൈസിങ്ങിലാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് 1.5 ലക്ഷത്തിനാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അതായത് ഓൺ റോഡൊക്കെ വരുമ്പോൾ ഒരു 1.80 ആ റേഞ്ചിലേക്കാണ് വരിക. 1.83 റേഞ്ചിലേക്കാണ് ഓൺ റോഡ് നോക്കി ഈ ഒരു വണ്ടി അവൈലബിൾ ആവുന്നത് നമ്മുടെ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് കറണ്ട് ഇതിൻ്റെ ഒരു എതിരാളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത പ്രൈസിങ്ങാണ്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് വേരിയൻ്റ് ആണ്. അതായത് 3 വേരിയൻ്റ്: റെട്രോ, മെട്രോ റെബൽ, ഇങ്ങനെ 3 വേരിയൻ്റാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മിഡ് വേരിയൻ്റ് ആണ്. മെട്രോ എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇപ്പോൾ ഈ മോഡലിന് നമുക്ക് കിട്ടുന്ന ഏകദേശം 1.89-93 ആ റേഞ്ചിലാണ് നമുക്ക് ഓൺ റോഡ് കിട്ടുന്നത്. എങ്ങനെ പോയാലും 2 ലക്ഷത്തിന് മേലെ ശേഷം 2 ലക്ഷത്തിന് കീഴേ നമുക്ക് ഇങ്ങനൊരു വണ്ടി കിട്ടുകയെന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല ഇൻ മൈ സജഷൻ. എസ്പെഷ്യലി ഇത്രയും കിട്ടിലനായിട്ട് ചെയ്തിരിക്കുന്നത് ആ ലുക്സ് തന്നെ നോക്കിയാൽ കാണാം, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എനിക്ക് എസ്പെഷ്യലി നമ്മുടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് ഇത്രയും രീതിയിലൊക്കെ പണിതിറക്കിയ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് റിയലി റിഫ്രഷിങ് എന്നൊക്കെ വേണം പറയാനായിട്ട്. കാരണം നമ്മുടെ റോയൽ എൻഫീൽഡിൽ അത്യാവശ്യം കൂടുതൽ ക്ലാസിക് ലുക്സിനോട് പിടിക്കാൻ ആ ഒരു ഇതിനോട് ഇത്തിരി സാമ്യം പിടിക്കുന്നതിലാണ് മോസ്റ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ക്ലാസിക്കിൽ മാത്രമല്ല അത്യാവശ്യം ന്യൂജൻ രീതിയിലൊക്കെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലുക്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കോംപ്രമൈസ് ഒട്ടും അവർ വരുത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ പെയിൻറ്റ് സ്കീം എന്നുള്ളതാണ്. ഒരു ലോഡ് കസ്റ്റമൈസബിൾ പെയിൻറ്റ് സ്കീംസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഈ ഒരു റോയൽ എൻഫീൽഡ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയണ ഒന്നാണ്. ഇതല്ലാതെ കുറച്ച് മറ്റ് പെയിൻറ്റ് സ്കീംസ് അവർ നമുക്ക് അവൈലബിൾ ആയി തരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞങ്ങളുടെ സ്ക്രീനിൽ കാണിക്കാം. ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട്. അതായത് എടുക്കാൻ വരുന്നവൻ്റെ ഇഷ്ടങ്ങൾക്ക് വലിയ കാര്യമായിട്ട് കോംപ്രമൈസോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. ഇപ്പോൾ ഓപ്ഷൻസിൻ്റെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ മറ്റ് ആഫ്റ്റർ മാർക്കറ്റ് കാര്യങ്ങൾ നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓപ്ഷൻസാണ് ഇവർ തരുന്നത്. ഞാൻ ഓപ്ഷൻസിൻ്റെ വരുമ്പോൾ അധികം കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാനുള്ളതുണ്ട്. അപ്പോൾ ആ ഒരു റീജിയൻ വരുമ്പോൾ അത് ഞാൻ എടുത്ത് പറയാം. പിന്നെ ഈ ലുക്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ എൻജിനിലേക്ക് വരാം. എൻജിൻ എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റിയോറിലും പുതിയ ക്ലാസിക്കിലും കണ്ട സെയിം എൻജിൻ തന്നെയാണ്. അത്യാവശ്യം വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം കുറച്ച് നല്ല അടിപൊളിയായിട്ടെടുത്ത ഒരു പുതിയ നേച്ചറിലൊരു എൻജിനാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. അതായത് ഈ എൻജിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നത്തെ ക്ലാസിക്കിൻ്റെ ഒരു എൻജിൻ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ലേശം മടിയൻ ടൈപ്പ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു എൻജിനിലേക്ക് വന്നപ്പോൾ ആ മടിയൻ സ്വഭാവത്തിന് അത്യാവശ്യം മാറ്റം വന്നു. അതായത് കുറച്ചും കൂടി ഉത്സാഹം നിറഞ്ഞൊരു എൻജിനായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നിടത്ത് അത്യാവശ്യം പവർ വരുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര എൻജോയബിളായിട്ട് ഓടിക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് റെസ്പോൺസ് വരുന്നൊരു എൻജിനാണ് നമ്മുടെ ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് വരുന്ന ഈ ഒരു 350cc എൻജിൻ എന്ന് പറയുന്നത്. സോ എൻജിൻ്റെ ഭാഗത്തുനിന്നും സംഭവം അടിപൊളിയാണ്. ഇനി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആവട്ടെ, വെയിറ്റ് കാര്യങ്ങളാവട്ടെ വളരെ സർപ്രൈസിങ് ആയി. അതായത് നമ്മളുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളുടെ ഭാഗത്ത് 190 താഴെ ഒരു വെയിറ്റ് ഉള്ള വണ്ടി എന്ന് പറയുന്നത് വളരെ 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 റെയർ എന്ന് പറയാൻ പറ്റില്ല, ഒട്ടുമില്ലെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ ഒരു വണ്ടിയുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡൽ, അതായത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള റെട്രോ മോഡലായിരുന്നപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 179 ആ റേഞ്ചാണ്. ഇതിനകത്തേക്ക് വരുമ്പോൾ 184-89 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. സോ വെയിറ്റ് വൈസും
ഇത് അത്യാവശ്യം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് എളുപ്പമുള്ളതാണ്. അതായത് ബേസിക്കലി ഇത് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് അത്യാവശ്യം കൂടുതൽ അങ്ങനെയുള്ള കുറേ പേര് റോയൽ എൻഫീൽഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെടുത്തിട്ടും വെയിറ്റ് കാര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവരെ കൂടി നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു സ്ക്രാംബ്ലർ ലുക്സ് വരുന്ന രീതിയിലുള്ളൊരു സിംഗിൾ പോഡ് മീറ്ററാണ് നമുക്ക് വരുന്നത്. ഒരു ക്ലിയർ സ്ക്രീനായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ലൈറ്റും വിസിബിലിറ്റിയും കാര്യങ്ങളെന്നാണ് ഇതിൻ്റെ ഈ ഒരു യൂസറിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് LED ആണ്. അത് സംതിങ് ന്യൂ ആണ്. നമുക്ക് റോയൽ എൻഫീൽഡ് ആയിരുന്നു ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയാഞ്ഞൊരു കാര്യമാണ് ഈ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമുക്ക് സ്റ്റോക്കായിട്ട് വരുന്നതല്ല, ആഫ്റ്റർ മാർക്കറ്റാണ്. ആഫ്റ്റർ മാർക്കറ്റ് മീൻസ് ഓപ്ഷണലായിട്ട് വരുന്നതാണ്. നമുക്ക് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വെച്ച് തരും. അതല്ലാന്നുണ്ടെങ്കിൽ ബൈ സ്റ്റോക്ക് വരുന്നത് നമുക്ക് നോർമൽ ഹാലജൻ ബൾബ്സാണ്. ഇത് നമുക്ക് ഓപ്ഷണലായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത്യാവശ്യം ആ ഒരു സ്ക്രാംബ്ലർ ലുക്സ് വരുന്നതിനകത്തുള്ള ഒരു ചെറിയൊരു കവറിങ് ഇവിടെ വരുന്നുണ്ട്. ഇത് യൂസ്ഫുള്ളും കേട്ടോ. നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ സസ്പെൻഷനിലേക്കുള്ള ഈ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ്ഫുള്ളും ആണ്. ബൈ ലുക്സ് ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക്. ആൻഡ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 17 ഇഞ്ചിൻ്റെ ഒരു അലോയ്സാണ് നമുക്ക് വരുന്നത് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഒരു വീലാണെന്ന് തോന്നിച്ചേക്കാം. അത്യാവശ്യം ചെറുത് തന്നെയാണ്, എന്നാൽ പോലും ഇത് വണ്ടിക്ക് അത്യാവശ്യം മാച്ചിങ് ആണ്. നമുക്ക് ചില ആംഗിൾസിൽ നിന്നൊക്കെ ആകുമ്പോൾ അടിപൊളി ലുക്കാണ് വരുന്നത്. ആൻഡ് കമ്മിങ് ടു ബ്രേക്സ്, അത്യാവശ്യം നല്ല ബ്രേക്സാണ്. ഇത് എത്രത്തോളം സൂപ്പർബാണെന്നുള്ളത് കുറേ കൂടി ലോങ്ങർ ഡ്രൈവ് ചെയ്യുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ ഡീറ്റെയിൽ റിവ്യൂവിൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പറയാം. ഇപ്പോഴുള്ള സോഫാർ എനിക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്സ് ആയിട്ട് തന്നെ തോന്നിയത്. വലിയ പ്രശ്നം കാര്യങ്ങളോ തോന്നിയില്ല. ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആയിട്ടാണ് എനിക്കിപ്പോൾ കറൻറ്റ്ലി തോന്നിയത്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ആ എക്സോസ്റ്റ് കാണാം. ഒരു രക്ഷയില്ലാത്ത സാധനം. ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ എക്സോസ്റ്റാണ്. അടിപൊളി സൗണ്ടാണ്. എസ്പെഷ്യലി നമ്മൾ ലോവർ സ്പീഡിലൊരു അത്യാവശ്യം ഒരു തേർഡ് ഗിയർ ആ ഒരു ഗിയറിൽ നിന്നൊക്കെ നമ്മൾ വലിച്ചെടുക്കുമ്പോഴത്തെ ഒരു സൗണ്ട് ഉണ്ട്. എൻ്റെ മോനെ അടിപൊളി സൗണ്ടാണ്. നമ്മൾ ഒരു തമ്പിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ ഒരു സൗണ്ടിൻ്റെ തമ്പിനോട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഒരു ഇഷ്ടപ്പെടും. അമ്മാതിരി സാധനം. സംഭവം ഷോർട്ട് എക്സോസ്റ്റാണ്. പക്ഷെ തരുന്ന സൗണ്ട് അടിപൊളിയാണ്. മാരക സൗണ്ട് തന്നെയാണ്. അത് അത്യാവശ്യം നമ്മുടെ ഹൈനസിനോടൊക്കെ സാമ്യമുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു വണ്ടിയിൽ കിട്ടും. ഇനി ഈ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ്വെയർ ടൈപ്പ് സീറ്റ്സാണ് ഇവിടെ വരുന്നത്. ബാക്ക് അത്യാവശ്യം നല്ല കുഷനിങ് ആണ്. ആകെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു പൊട്ടിക്കും കൂടിയും ബാക്കിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഫ്രണ്ടിൻ്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഗ്രാബ് റെയിലോ അതല്ലെങ്കിൽ പുറകിൽ സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടാകും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ആഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മേ ബി പുറകിലേക്ക് തന്നെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് ഓരോരുത്തരുടെ ആ ഒരു കോൺഫിഡൻസ് കൂടി നമ്മൾ നോക്കണം. അതായത് എല്ലാവരും ആ രീതിക്ക് ഇരിക്കണം എന്നില്ല, ആ ഒരു യൂസ്ഡ് ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു പേടി, ഒരു കൺസേൺ ഉണ്ടാവാം എങ്ങനെ ആയാലും. ഇനി ഗ്രാബ് റെയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സോളിഡായിട്ട് തന്നെ വെച്ചേക്കണം. വലിയ പ്രശ്നമൊന്നും കാര്യങ്ങളും തോന്നിയില്ല ആ ഭാഗത്ത്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ നമുക്ക് വരുന്നത് ഈ ഒരു നമ്മുടെ റെഡ് ലൈറ്റ്, ആ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് LED തന്നെയാണ് വരുന്നത്. ഇത് സംഭവം സ്റ്റോക്കായിട്ടാണ് അത് LED വരുന്നതാണ്. ആൻഡ് ബാക്കിൽ നിന്നുള്ള ആ ഒരു ലുക്സ് നോക്കുക, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഈ ഭാഗത്തുനിന്ന് അങ്ങനെ തോന്നിയില്ല. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ടെയിലിൻ്റെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. ടയേഴ്സ് വരുമ്പോൾ ബാക്കിൽ വരുന്നത് 140 സെക്കൻഡിനാണ്, ഫ്രണ്ടിൽ വരുന്നത് 110 ആണ്. അത്യാവശ്യം നല്ല ടയേഴ്സാണ്. ഫോർ നൗ നമുക്ക് എവിടെയും ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് വളരെ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ടാങ്കിൻ്റെ കാര്യം വരുമ്പോൾ അത്യാവശ്യം നല്ല പെയിൻറ്റ് വർക്കാണ് അതിനകത്ത് കൊടുത്തത്. നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. നമുക്ക് അവിടെ വെച്ചാൽ ആ പെയിൻറ്റിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നമുക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലാസിക്കലും അതേപോലെ മേറ്റുകളിലെ കണ്ട സെയിം റോട്ടർ സ്വിച്ചുകൾ കാര്യങ്ങൾ തന്നെ ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. ഫോൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാസിനും അതേപോലെ ഡിം ചെയ്യാനും ബ്രൈറ്റ് ചെയ്യാനുള്ള സ്വിച്ച് എല്ലാം ഇതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ എൻജിൻ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ, അതും ഇതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ആദ്യം ചെറുതായിട്ട് യൂസ്ഡ് ആവാനുണ്ടാവും. അതായത് നമ്മൾ നോർമൽ ആ ഒരു എൻജിൻ കിൽ സ്വിച്ച് മെക്കാനിസം വെച്ച് പോകുമ്പോൾ ഒന്ന് യൂസ്ഡ് ആവണ പോലെ എനിക്ക് തോന്നി. എനിക്ക് ആ ഫസ്റ്റ് ഇനീഷ്യലി ഒരു ഡിഫിക്കൽറ്റി പോലെ തോന്നിയത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. സോ സ്വിച്ച് കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. കമ്മിങ് ടു ദ മീറ്ററിലേക്ക് കാണിക്കുന്നതിന് മുന്നേ എനിക്കിത് പൊടിക്ക് ഒരു ഇളക്കം പോലെ തോന്നി. ലേശം ഓടിക്കുമ്പോൾ ഇളകണ പോലെയൊന്നും കണ്ടില്ല, പക്ഷെ നമ്മൾ തൊട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ലൂസ് പോലെ തോന്നിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ ഇതാണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് ഫസ്റ്റ് സർവീസും കാര്യങ്ങളും കഴിയുമ്പോൾ
എക്സാക്റ്റായിട്ട് അവരോട് ചോദിച്ചറിയാൻ പറ്റുള്ളൂ. ഇനി ഇത് ഓൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു മീറ്റിയോറിൽ കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ചെറിയൊരു ഡിഫറൻസ് തോന്നിച്ചിരുന്നു. അവിടെ മീറ്റിയോറിലൊക്കെ വരുമ്പോൾ ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ വൈസ് വളരെ മിനിമലായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഈ ലെറ്റേഴ്സൊക്കെ വലുതാണ്. സോ എക്സാക്ട്ലി സെയിം മീറ്റിയോറിൻ്റെ മീറ്ററാണെന്നും പറയാൻ പറ്റില്ല. ഡിസൈൻ വൈസ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കുമ്പോൾ ട്രിപ്പ് എ വരുന്നുണ്ട്, ട്രിപ്പ് ബി വരുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഫുൾ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ നോക്കിയത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററിയുടെ വാണിംഗ് ഉണ്ട്, ന്യൂട്രലിൻ്റെ ഉണ്ട്, ABSൻ്റെ സ്വിച്ച് ഉണ്ട്, ABSൻ്റെ ആ ലൈറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ സൗണ്ടും കൂടി കേൾപ്പിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് നമ്മളുടെ പുതിയ 100-350 പറ്റിയുള്ളത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്യാം. അധികം വൈകാതെ തന്നെ ഇതിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് അറിയിക്കണം, സംസാരിക്കണം എന്നാണെങ്കിൽ, അതായത് വണ്ടിയെപ്പറ്റി ചോദിക്കണം എന്നൊക്കെ ആണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ചോദിച്ചാലും മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വരാൻ കഴിയുന്ന പ്രതീക്ഷയുടെ ആംജി, ആൻഡ് ഐ വിൽ കാച്ച് യു നെക്സ്റ്റ്.